തീർച്ചയായും 2026 കാലെടുത്ത് വെക്കുമ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് കാലെടുത്ത് വെക്കുന്നത്. ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്ന പോലെ, അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങളെ ആവുന്നുള്ളൂ. അവിടെയെല്ലാം പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കുന്നു, പുതിയൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നു. അതായത് ഇടതുപക്ഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. പല കാരണങ്ങൾ പലതുണ്ടാകാം. ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരമാകാം, അതല്ലെന്നുണ്ടെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉയർത്തിയ വലിയ വിവാദ കോലാഹലങ്ങളാകാം, അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ പിണറായിസത്തിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു വിധിയെഴുത്താകാം. അങ്ങനെ പലവിധ കാരണങ്ങളുടെ ഒരു അക്യുമുലേഷൻ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു ഫലം ഉണ്ടായത്. സാധാരണ ഗതിയിൽ ഇടതുപക്ഷത്തിന് എപ്പോഴും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ കിട്ടാറുണ്ട്. അതിനൊരു അപവാദം എന്ന് പറയാവുന്നത് 2010 മാത്രമാണ്. ആ 2010 ആ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിലും UDF അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ആവർത്തനത്തിനുള്ള സാധ്യതയാണ് ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെളിയുന്നത്. 2026 രാഷ്ട്രീയം നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പല സൂചനകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ, അതായത് ഒരു ഭരണമാറ്റത്തിന്റെ ഒരു സൂചനകളാണ് ഒരു അന്തരീക്ഷമാണ് തെളിയുന്നത്. അപ്പോൾ ഇനി അങ്ങനെ അല്ലാതെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വലിയ അട്ടിമറി അല്ലെങ്കിൽ വലിയ രീതിയിൽ എന്തെങ്കിലും ഒരു തിരുത്തലോ അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണമോ അതല്ലെങ്കിൽ നയമാറ്റമോ ഒക്കെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വേണ്ടി വരും. തീർച്ചയായും അവരുടെ ഭാഗത്തുനിന്ന് ചില തിരുത്തലുകളൊക്കെ ഉണ്ടാകാം. കൂടുതൽ ആനുകൂല്യങ്ങൾ, ഒരു സമ്പൂർണ്ണ ബജറ്റാണ് ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നു. പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് ഇടക്കാല ബജറ്റ് അല്ല, ഒരു സമ്പൂർണ്ണ ബജറ്റ് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് ഇതുവരെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ ബജറ്റിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ ചില നടപടികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞു. ഈ പറഞ്ഞ പലരുടെയും മിനിമം വേതനം ഉയർത്തുന്നു. അതുപോലെ തന്നെ ഇന്ന് വന്ന വാർത്ത അതാണ്, പാചക തൊഴിലാളികളുടെ അടക്കം പലരുടെയും മിനിമം വേതനം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പിന്നെ പല മേഖലകളിലും 10 വർഷത്തിലധികം സർവീസുള്ള ഒരുപാട് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു. ഇങ്ങനെ വോട്ട് ലക്ഷ്യമിട്ടുള്ള പല പരിപാടികൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. അപ്പോൾ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് മാർച്ചിൽ മിക്കവാറും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നേക്കാം. അപ്പൊ അതിനു മുമ്പ് കഴിയുന്നത്ര വേഗത്തിൽ ഈ പറഞ്ഞ ക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിരിക്കും സർക്കാർ തയ്യാറാവുക. അപ്പൊ തീർച്ചയായിട്ടും 2025 നോക്കുമ്പോൾ നമുക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം മുതൽ അതിനു മുമ്പ് നടന്ന പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ എനിക്ക് തോന്നുന്നത് 2025 എന്ന് തോന്നുന്നു, അല്ലേ? ആ 3 തെരഞ്ഞെടുപ്പുകളും 2024 അവസാനമായിട്ടാണ് നടന്നത്. 2025 നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിലമ്പൂർ നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിന് വലിയ വിജയം ഉണ്ടായി. 11,000-ലധികം വോട്ടിന്റെ വലിയ വിജയം. പക്ഷെ അതിനേക്കാൾ ഏറെ പ്രധാനം ആ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ്. PV അൻവർ കലാപക്കൊടി ഉയർത്തി ഇടതുപക്ഷത്തു നിന്ന് പുറത്തു പോവുകയും വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി വെല്ലുവിളിച്ച് പിണറായിസത്തിനെതിരെയുള്ള വലിയ പോരാട്ടം, സർക്കാരിന്റെ അഴിമതികളെ കുറിച്ച്, പോലീസിന്റെ നടപടികളെ കുറിച്ച്, വനം വകുപ്പിന്റെ അല്ലെങ്കിൽ വന്യജീവി സംഘർഷത്തെ കുറിച്ചൊക്കെ വലിയ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അൻവർ ആ മുന്നണി വിട്ടത്. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ UDFന്റെ ഭാഗമാകാൻ തീരുമാനിച്ചെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു കടുത്ത നിലപാടിനെ തുടർന്ന് അൻവറിന്റെ UDF പ്രവേശനം ഒരു കിട്ടാക്കനിയായി മാറി. മുസ്ലിം ലീഗിന് വരെ വലിയ താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും VD സതീശൻ കൃത്യമായ ഒരു നിലപാടെടുത്തു. ആ നിലപാടിനുള്ള ഒരു ജനകീയ അംഗീകാരമായി ആ തെരഞ്ഞെടുപ്പ് വിധി മാറി. സ്വാഭാവികമായിട്ടും അതിൽ ആ ക്രെഡിറ്റ് അൻവറിന് കിട്ടാതെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിച്ചതോടുകൂടി ആ വിജയത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും UDFന് കിട്ടി എന്നുള്ളതൊരു വസ്തുതയാണ്. അത് രാഷ്ട്രീയമായിട്ടൊരു വലിയ തീരുമാനമായിരുന്നു. രാഷ്ട്രീയമായിട്ട് വലിയൊരു നേട്ടമായിട്ടും ആ ഉപതെരഞ്ഞെടുപ്പ് ഫലം കലാശിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. അതിനുശേഷമാണ് പിന്നീട് വലിയ വിവാദങ്ങൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ ലൈംഗിക ആരോപണങ്ങൾ ഉയരുന്നു. ആ കാര്യത്തിലും VD സതീശൻ വലിയൊരു നിലപാടെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു. അതിന്റെ തുടർച്ചയെന്നോണം രാഹുൽ മാങ്കൂട്ടത്തിൽ പല കാര്യങ്ങളിലും പുറത്തു പോകുന്ന കാഴ്ച കണ്ടു. അദ്ദേഹത്തിന്റെ MLA സ്ഥാനം ഒഴിച്ചു ബാക്കി എല്ലാ സ്ഥാനങ്ങളും, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം, അതുപോലെ തന്നെ പാർട്ടി അംഗത്വം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കണ്ടു. അത് വലിയ രീതിയിൽ വലിയ വിവാദ കൊടുങ്കാറ്റ് ഉയർത്തിയെങ്കിലും ആ കൊടുങ്കാറ്റിനെയും മറികടക്കുന്ന രീതിയിൽ ശബരിമല കൊള്ള
സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ പുറത്തു വന്നു. ഇപ്പോഴും ആ ശബരിമല കൊള്ള സംബന്ധിച്ചുള്ള വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് കാരണമായി എന്ന് CPI എന്ന് പറയുന്ന ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷി ചൂണ്ടിക്കാണിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തുമ്പോഴും അത്തരം ഒരു വിലയിരുത്തലിലേക്ക് CPM കടക്കുന്നില്ല. CPM അതിനെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രധാന കാരണമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള വിഷയം, അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങൾ മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനെതിരെ അദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വിവാദ പരാമർശങ്ങൾ, അതുപോലെ തന്നെ വർഗീയ ചൊവ്വയുള്ള പ്രസ്താവനകൾ, ഇതെല്ലാം ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കുമ്പോഴും വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റാനും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോയ നടപടിയെ പോലും ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അതിനെ മുഖ്യമന്ത്രിയുടെ ആ നടപടിക്കെതിരെ ശബ്ദം ഉയർത്താൻ ഇടതുപക്ഷ CPM-ൽ മുറുമുറുപ്പുകൾ ഉണ്ടെങ്കിൽ പോലും പരസ്യമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ ദേശീയ സെക്രട്ടറിയോ പോലും മുഖ്യമന്ത്രിയെ തള്ളി പറയുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നയിക്കേണ്ടത് ആര്, ഇനി ശ്രീ പിണറായി വിജയൻ തന്നെയാണോ അല്ലയോ എന്ന കാര്യത്തിലും അവർക്ക് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും 2026 രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ ആ ഭൂമികയിൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ പറഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ ആത്മവിശ്വാസം UDF-ന് തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ വിജയത്തിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ BJP തവണ അക്കൗണ്ട് തുറക്കുന്നു മാത്രമല്ല 10-ൽ താഴെ സീറ്റുകളെങ്കിലും തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള നിലയിൽ വലിയ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ വലിയ പിന്തുണയോടെ ചില ജില്ലകളിൽ, തിരുവനന്തപുരം, അതുപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ വലിയ മുന്നേറ്റം, ക്ലാസ് മണ്ഡലങ്ങൾ ഇപ്പോഴേ തന്നെ നിശ്ചയിച്ച് സ്ഥാനാർത്ഥികളെ ജനുവരിയോടുകൂടി തന്നെ പ്രഖ്യാപിച്ച് വലിയ മുന്നേറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. UDF ആകട്ടെ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നടത്തിയ അതേ ഗ്രഹപാഠങ്ങൾ കൃത്യമായി ചെയ്ത് കുറെ കൂടി വിശാലമായ, അല്ലെങ്കിൽ കുറെ കൂടി ഷാർപ്പായിട്ടുള്ള, കുറെ കൂടി ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രചരണത്തിനും അതുപോലെ തന്നെ തയ്യാറെടുപ്പുകൾക്കും ഒക്കെ അവരും മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇടതുമുന്നണി ഇപ്പോഴും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ആഘാതവും അതുപോലെ തന്നെ അതിന്റെ കാരണങ്ങളും വിശകലനം ചെയ്യുന്ന, വിലയിരുത്തുന്ന രീതിയിലേക്കാണ്. ഇപ്പോഴും അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല. ഏത് സ്ട്രാറ്റജിയാണ് മുന്നോട്ട് വെക്കേണ്ടതെന്ന് കൃത്യതയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇടതുമുന്നണി നിൽക്കുന്നത്. പക്ഷെ ഇടതുമുന്നണി അങ്ങനെ എഴുതി തള്ളാൻ കഴിയുന്നൊരു പ്രസ്ഥാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ വലിയ തിരിച്ചടിയിലും അവർക്ക് 60ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴും അവർക്ക് ലീഡ് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വലിയ ക്ഷേമ പ്രഖ്യാപനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ക്രിയാത്മകമായ നടപടികളൊക്കെ പ്രഖ്യാപിച്ച് ഒരുപക്ഷെ ജനങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകളും അവർക്ക് ഇപ്പോഴുള്ള തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഒക്കെ ദൂരീകരിച്ച് മുൻപത്തെ 2019 തെരഞ്ഞെടുപ്പിൽ നേടിയ, അല്ലെങ്കിൽ 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയങ്ങൾക്ക് ശേഷം ഒരുപാട് രമേശ് ചെന്നിത്തല അടക്കം മുന്നോട്ട് വെച്ച നിരവധിയായ അഴിമതി ആരോപണങ്ങളെയൊക്കെ അതിജീവിച്ച് അവർ നേടിയെടുത്ത 100 സീറ്റിന്റെ വലിയ വിജയം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു മോഹാവേശമായിട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, UDF വൻ വിജയം നേടും എന്ന് ഏകപക്ഷീയമായി പറയുന്നത് ഒരുപക്ഷെ അത്രത്തോളം അനായാസമാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിട്ടയായ പ്രവർത്തനവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി മെഷീനറിയും ഇടതുമുന്നണിയുടെ സുശക്തമായ അടിത്തറയും എല്ലാം ചെയ്യുന്നു. ഒരുപക്ഷെ അതത്ര സുഗമമായിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പൊ തന്നെ NDA-യിലുണ്ടായിരുന്ന CK ജാനുവിന്റെ പാർട്ടി UDF-ലേക്ക് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു പാർട്ടി, അതായത് രണ്ട് കൂട്ടർ ഇപ്പോ UDF-ന്റെ PV അൻവർ UDF-ന്റെ ഭാഗമായി, അസോസിയേറ്റ് മെമ്പേഴ്സായി. ഇനി പ്രധാനമായിട്ടും UDF നോക്കുന്നത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കാം. ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതിപ്പോഴും ഖണ്ഡിതമായിട്ടൊരു ക്ലാരിറ്റിയിൽ ആ മുന്നണി മാറ്റം ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. പിന്നൊന്ന് രാഷ്ട്രീയ ജനതാദളിന്റെ കാര്യമാണ്. അവരും വളരെ അസംതൃപ്തരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ല, വലിയ നേട്ടം ഉണ്ടായില്ല എന്നുള്ളൊരു വിഷമം, വേദന അവർക്കുണ്ട്. കുറെ കാലമായിട്ട് അവർ ആ മുന്നണിയിൽ ക്ലേശം അനുഭവിക്കുന്നവരാണ്. പരിഗണന ഇല്ലാതെ മന്ത്രിസ്ഥാനം പോലും കിട്ടാത്തതിന്റെ അസംതൃപ്തിയും നിരാശയൊക്കെ അവർക്കുണ്ട്. ആ രണ്ട് പാർട്ടികൾ ഒരുപക്ഷെ UDF-ന്റെ ഭാഗമായേക്കും എന്നൊരു സൂചനയൊക്കെ ഉണ്ടെങ്കിൽ പോലും ആകുമെന്ന് ഉറപ്പിച്ചു പറയാവുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോഴും ഉരുത്തിരിഞ്ഞിട്ടില്ല. VD സതീശൻ പറയുന്ന പോലെ മുന്നണിയുടെ അടിത്തറ വിശാലമാകും, വിപുലമാകും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം, ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും
ചില അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. എന്തായാലും 2026 സംഭവബഹുലമായ രാഷ്ട്രീയത്തിനാണ്, വളരെ വളരെ ആകാംക്ഷാഭരിതമായ രാഷ്ട്രീയ മാറ്റത്തിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അവസ്ഥയ്ക്കോ ആണ് നമ്മളെല്ലാം കാതോർക്കുന്നതും കാത്തിരിക്കുന്നതും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു ഭരണമാറ്റത്തിന്റെ മാറ്റൊലി അല്ലെങ്കിൽ ശംഖനാദം എവിടെയൊക്കെയോ മുഴങ്ങി കേൾക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ശക്തമായിരിക്കും, അത് അതേപടി തന്നെ യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് ഇനിയുള്ള ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഈ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ മുന്നണി എങ്ങനെ പ്രവർത്തിക്കുന്നു, അവർ പ്രഖ്യാപിക്കുന്ന ക്ഷേമ പദ്ധതികളുടെ അതുപോലെ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങളുടെ ഒരു രൂപം എന്തായിരിക്കും എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചാണ് ആ മാറ്റം എത്ര കണ്ട് അനായാസമാകും, എത്ര കണ്ട് യാഥാർത്ഥ്യമാകുന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കൃത്യതയോടുകൂടി വിലയിരുത്താൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും 2025 രാഷ്ട്രീയമായിട്ട് എത്രത്തോളം വലിയ സുനാമികൾക്കും ഭൂകമ്പങ്ങൾക്കും സാക്ഷ്യം വഹിച്ചോ, ഒരുപക്ഷെ അതിനേക്കാൾ വലിയ ഒരു മാറ്റത്തിന്, ഒരു കൊടുങ്കാറ്റിനാണ് 2026 കാതോർക്കുന്നത്. അതിന്റെ സൂചനകളൊക്കെ നമ്മൾ കാലാവസ്ഥാ പ്രവചനത്തിൽ എവിടെയോ പസഫിക് സമുദ്രത്തിൽ ചുഴി രൂപപ്പെടുന്നു എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നു എന്ന് പറയുന്ന പോലെ ഒരു ചക്രവാത ചുഴി ഈ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് എത്രത്തോളം പ്രകമ്പനമായി എത്രത്തോളം വലിയ ഒരു ഭൂകമ്പമായിട്ട് ഒരു ചുഴലിക്കാറ്റായി മാറും എന്നുള്ളത് നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ 10, 60, 70 ദിവസത്തിന്റെ കാത്തിരിപ്പേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.